മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം എന്നത് തന്നെയാണ് ധർമ്മടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറിട്ട് നിർത്തുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ പിണറായി വീണ്ടും മത്സരിക്കുമോ എന്നും എതിരാളിയായി ഷാഫി പറമ്പിൽ എത്തുമോ എന്നുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിന്റെ പ്രതികരണത്തോടെ ഈ ചർച്ചകൾ ചൂടുപിടിക്കുകയും ചെയ്തു. എന്താണ് ധർമ്മടത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിലെ സാധ്യതകളും വിശദമായി അറിയാം. CPM-ൽ ടേം വ്യവസ്ഥയിൽ ഇളവുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തു നിന്ന് തന്നെ വീണ്ടും മത്സരിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ എതിരാളി എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ തവണ അവസാന നിമിഷമായിരുന്നു കോൺഗ്രസ് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത്തവണ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ നടത്തിയ പ്രതികരണമാണ് പിണറായി വിജയൻ ഷാഫി പറമ്പിൽ ചർച്ചകൾ സജീവമാക്കിയത്. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഷാഫി മത്സരിച്ചാൽ പിണറായി വീട്ടിലിരിക്കും എന്നായിരുന്നു ജിൻഡോ പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമല്ല ധർമ്മടം. 2008 ഇന്നത്തെ ധർമ്മട മണ്ഡലം നിലവിൽ വന്നത്. അതിനു മുമ്പ് തലശ്ശേരി, എടക്കാട് എന്നീ നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ധർമ്മടം മണ്ഡലത്തിലുള്ളത്. ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി, ധർമ്മടം, പിണറായി, മുഴപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ പഞ്ചായത്തുകളാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 2011 ധർമ്മടത്ത് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. CPM നേതാവ് KK നാരായണനായിരുന്നു അന്ന് ഇവിടെ നിന്ന് വിജയിച്ചത്. 15,162 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു നാരായണന് ലഭിച്ചത്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ഇവിടെ മത്സരത്തിനിറങ്ങിയപ്പോൾ 36,905 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണ്ഡലം നൽകിയത്. 2021 ഭൂരിപക്ഷം 50,123 ഉയർന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF-ന് അനുകൂല തരംഗം ഉണ്ടായപ്പോഴും ധർമ്മടത്തെ വോട്ടർമാർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. ധർമ്മടത്ത് 25,577 വോട്ടുകളുടെ ലീഡാണ് നിലവിൽ LDF-നുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,123 വോട്ടുകളാണ് ഉണ്ടായത്. അത് 25,577 കുറഞ്ഞെന്ന് പറയാമെങ്കിലും രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും സാഹചര്യം വ്യത്യസ്തമാണെന്ന് പ്രത്യേകം ഓർക്കണം. ധർമ്മടത്ത് പിണറായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ വോട്ട് ഉയരാനാണ് സാധ്യത. കടമ്പൂരിലും വേങ്ങാടിലും UDF വോട്ടുകൾ ഇത്തവണ കൂടിയിരുന്നു. ചെമ്പിലോട്, അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസവും കുറഞ്ഞു. ഇതാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ധർമ്മടത്ത് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കുറയാൻ കാരണമായത്. എന്നാൽ പിണറായി പഞ്ചായത്തിൽ LDF വൻ ലീഡ് നിലനിർത്തിയത് മൊത്തത്തിലുള്ള മുന്നേറ്റം സാധ്യമാക്കി. ഇത്തവണ ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ ധർമ്മടത്ത് പരീക്ഷിക്കാനാണ് കോൺഗ്രസ് ആലോചന. ഒരു യുവനേതാവിനെ കളത്തിലിറക്കിയാൽ ജയിക്കാനായില്ലെങ്കിലും ഈ പോരാട്ടം മറ്റു മണ്ഡലങ്ങളിലെ പോരാട്ടത്തിന് ഊർജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ശ്രീധരനെ പോലൊരു അതികായനെ തോൽപ്പിച്ചും വടകരയിൽ കരുത്തിയായ KK ശൈലജയെ തറപറ്റിച്ചും ഷാഫി തൻ്റെ വിന്നിംഗ് ട്രാക്ക് തെളിയിച്ചതാണ്. രാഷ്ട്രീയത്തിന് അതീതമായി യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ ഷാഫിക്കുള്ള കഴിവ് ധർമ്മടത്തെ വോട്ടിംഗ് ശൈലിയിൽ മാറ്റമുണ്ടാക്കിയേക്കാം. വടകരയിൽ കണ്ടതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഏകീകരിക്കാൻ ഷാഫിയുടെ സാന്നിധ്യം സഹായിക്കും. ഷാഫി ധർമ്മടത്തിറങ്ങിയാൽ അത് UDF പ്രവർത്തകരെ ആവേശത്തിലാക്കും. എന്നാൽ ഈ ആവേശം കൊണ്ട് മാത്രം ധർമ്മടത്ത് വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം ഒരു കേഡർ മണ്ഡലമാണ്. അവിടെ ഓരോ വോട്ടും കൃത്യമായി പോൾ ചെയ്യിക്കാൻ CPM-ന് പ്രത്യേക സംവിധാനമുണ്ട്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുകയും ചെയ്യും. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം മറികടക്കുക എന്നതും ഷാഫിക്ക് ഹിമാലയൻ ടാസ്ക് തന്നെയാകും. കോൺഗ്രസിന് ശക്തമായ കേഡർ സംവിധാനമില്ല എന്നത് ഷാഫിക്ക് വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ ധർമ്മടത്ത് പിണറായി വിജയനെ വീഴ്ത്തുന്നത് എളുപ്പമല്ല. എന്നാൽ മുഖ്യമന്ത്രിയെ നേരിടാൻ ഷാഫി പറമ്പിലെത്തിയാൽ അത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാകുമെന്ന് ഉറപ്പാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.